നമസ്കാരം. മൈ സ്റ്റോറിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഊഷ്മമായ സ്വാഗതം. ഏഹ് എല്ലാവർക്കും ഒരുപക്ഷെ എന്നെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവത്തില്ല. ഏറെ കൂടുതലും ഫീമെയിൽ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഒരു നൈറ്റിയൊക്കെ ഇട്ട് ഒരു പഞ്ചായത്തിലെ ഗ്രാമത്തിലുള്ള ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അങ്ങനെ വിലപേശലും അവരുമായിട്ടുള്ള അടിയും പിടിയും അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ചെയ്തിട്ട് ആ ക്യാരക്ടറാണ് നിങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നത്. എന്താന്ന് ഇങ്ങോട്ട് കയറി വരാത്? എടി പൊന്ന് എടി വാഴത്തോട്ടത്തിൽ പുലി വെട്ടി കിടക്കുന്നെന്ന്. എത്ര കുഞ്ഞുങ്ങളെന്നോ? 4 പെണ്ണും 2 ആണും. നാളെ രാവിലെ നൂല് കെട്ട്. നീ കൊച്ചുങ്ങൾക്ക് 5 ജെട്ടി അടിഞ്ഞ് വീട്ടിൽ പോരെ. ഓ ശരി, ചേട്ടന് പോടി ഇവിടുന്ന്. മനുഷ്യ ഉള്ളിൽ കിടന്ന് ഈറമ്പെടുത്താൻ അവര് പിന്നെ പുലിയുടെ സെൻസസ് എടുക്കാൻ പോകുന്നത്. ചാനലിന്റെ ഇത് പറയുകയാണെങ്കിൽ ദൂരദർശൻ മുതലാണ് എൻ്റെ ഈ പ്രോഗ്രാം തുടങ്ങിയത് തന്നെ. കാര്യം ഞാൻ അന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മിമിക്രി കാലഘട്ടത്തിൽ ഞാൻ അതായത് ഓരോ ക്ലബ്ബുകളിലും പോയി സോപ്പ്, ചീപ്പ്, കണ്ണാടി, അന്നത്തെ പ്രേസ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ച് വരുന്ന സമയത്താണ് എനിക്ക് ഈ പ്രൊഫഷണലായിട്ടൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ജനങ്ങൾ അറിയപ്പെടണം എന്നുള്ളൊരു മനസ്സിലൊരു ഇത് തോന്നുന്നത്. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ എന്തൊക്കെയാലും അന്ന് ഈ കലാപ്രസ്ഥാനം എന്ന് പറയുന്നത് അന്ന് ഈ വലുതായിട്ട് മീഡിയ ഇല്ല. അതായത് ഈ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ സൂര്യ, പിന്നെ ഫ്ലവേഴ്സ് ചാനൽ, അങ്ങനെയുള്ള ചാനലുകളൊന്നുമില്ല. ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് അന്ന് ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് അബീക്കയുടെ കൂടെ, കലാഭവൻ അബീക്കയുടെ കൂടെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അന്ന് എനിക്ക് കിട്ടുന്നത് ആകെ കൂടി കിട്ടുന്നത് 11,000 രൂപയാണ്. അന്നത്തെ ഏറ്റവും വലിയ റേറ്റാണ്, മനസ്സിലായേ? അപ്പോൾ അബീക്ക മരിച്ചുപോയി. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ മിമിക്രി മത്സരത്തിലൊക്കെ പോയി ഇങ്ങനെ മത്സരിച്ചൊക്കെ വന്നിട്ട് പ്രൊഫഷണലായിട്ട് പോകണമല്ലോ. അങ്ങനെ പ്രൊഫഷണലായിട്ട് ഒരു ക്ഷേത്രങ്ങളിൽ പോയി പ്രോഗ്രാം ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ 2-3 കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഗ്രേറ്റ് വിറ്റ്സ് വോയിസ് എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു സമിതി അങ്ങ് അടിച്ചു കൂട്ടിയിട്ട് അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് മുഖത്തിലെ മുരാരി ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആലോചിച്ചോണം. അങ്ങനെ അന്ന് ഒരു സ്പോൺസറെ കണ്ടെത്തി. ഉത്സവത്തിൻ്റെ അന്ന് 10 ദിവസത്തെ അപാരമായ പ്രോഗ്രാമുകളൊക്കെ ഉള്ള 10 ദിവസത്തെ പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ 9:30 മുതൽ ഗ്രേറ്റ് വിറ്റ്സ് വോയിസ് അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് എന്നും പറഞ്ഞുകൊണ്ട് നോട്ടീസ് വന്നു. ഈ നോട്ടീസും കൊണ്ട് ഞാൻ ഇനി കാണിക്കാൻ സ്ഥലമില്ല, പോസ്റ്ററൊന്നുമില്ല. ഈ നോട്ടീസും കൊണ്ട് അവര് മൈക്ക് അനൗൺസ് ചെയ്തതിനെക്കാട്ടിയും ഞാൻ ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കുക. അങ്ങനെ ഇന്ന് സജീവിന്റെ പരിപാടിയുണ്ട്. അങ്ങനെ അച്ഛൻ നാടക ആർട്ടിസ്റ്റാ, ശ്രദ്ധിച്ചു കേട്ടോണം. അച്ഛൻ അറിയപ്പെടുന്ന നാടക ആർട്ടിസ്റ്റാണ്. അച്ഛൻ ഒരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറാണ്. എല്ലാവർക്കും അറിയാം. അച്ഛനെ ബാലനാശാനെ എല്ലാവരും വിളിക്കുന്നത്. അച്ഛൻ, അമ്മ, ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഈ പ്രോഗ്രാം കാണാനുണ്ട്. ജനലക്ഷങ്ങൾ. മിമിക്രി എനിക്കറിയത്തുള്ളൂ, സ്കിറ്റൊന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പഠിച്ചു വെച്ചേപ്പുണ്ട്. അങ്ങനെ മ്യൂസിക് അങ്ങോട്ടിട്ട് എല്ലാം വാവച്ച. ഇന്നത്തെ റെക്കോർഡിംഗ് ഒന്നുമില്ല. ഗ്രേറ്റ് വിറ്റ്സ് വോയിസ് അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡിലേക്ക് സ്വാഗതം. ഭയങ്കര കയ്യടി, ജനങ്ങളൊക്കെ ഭയങ്കര കയ്യടി. അത്ര ജനമാ. മുഖത്തെ മുരാരി ക്ഷേത്രം ഇല്ലയോ, പിടിച്ചാൽ നിൽക്കാത്ത ജനങ്ങളാ. അങ്ങനെ കർട്ടൻ അങ്ങോട്ട് പോകാൻ ഒരു മ്യൂസിക് ഉണ്ട്. ഭയങ്കര കയ്യടി, ജനങ്ങൾ കയ്യടി. കർട്ടൻ അങ്ങോട്ട് പൊങ്ങി പരിചയപ്പെടുത്തല്. മലകളും പുഴകളും മലടിക്കാട് കൊണ്ട് മനോഹരമായ കൊച്ചു കേരളം, കയ്യടി. എന്താനെ പാട്ട് കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ ജനങ്ങൾ സഹിച്ചിരുന്നു. സ്കിറ്റിലേക്ക് വന്നു. പൊന്നോ, ആദ്യം ഒരു കക്ഷി സ്റ്റേജിന്റെ സൈഡിൽ വന്നടാ, മതി നിർത്ത്. ഞാൻ നോക്കി. രണ്ടാമതും മതി നിർത്ത്. കൂവലോട് കൂവല്. നമുക്ക് ഈ സ്കിറ്റ് അറിയത്തില്ലല്ലോ, 9 പഠിക്കല്ലേ, മിമിക്രി ശബ്ദാനുകരണമൊക്കെ. അവസാനം ചെരുപ്പ് പൊക്കി കാണിച്ച് എവിടുന്നൊക്കെയോ ഏറി വന്ന് കർട്ടൻ താത്തിട്ട് ഞാനും ഓടി, കൂടുള്ളവരും ഓടി. ആ കൂടുള്ളവന്മാർ പിന്നെ എൻ്റെ വീട്ടിൽ കയറിയിട്ടുമില്ല. ഞാൻ അവന്മാരെ ഇട്ട് കണ്ടിട്ടില്ല. എങ്ങോട്ടൊക്കെ ഓടി രക്ഷപ്പെട്ടോ എന്തോ. പക്ഷെ അന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച്, എടാ ഇത് ഭയങ്കര അന്ന് ഇപ്പൊ ചിരിക്കുന്നെങ്കിലും അന്ന് ഭയങ്കര വിഷമമായി പോയി. അച്ഛനെയൊക്കെ മുഖത്ത് നോക്കാനേ ഏതോ ഒരു അന്യജീവിയെ കാണുന്ന കണക്കാ. കാര്യം അച്ഛന് പുറത്തിറങ്ങണ്ടേ. ഇത്ര ജനലക്ഷങ്ങള് സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ ചെല്ലിയല്ലേ. എപ്പോഴും ചോദിക്കും, ആശാന്റെ മോൻ അവിടെ ഉണ്ടോ? അച്ഛന് പറയാൻ പറ്റുമോ? അച്ഛൻ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നെങ്കിൽ എടുത്തിട്ട് പോയി. അപ്പൊ ആ കണ്ടീഷനായി. സത്യത്തിൽ ചോറ് പോലും വിളമ്പി വെച്ചാൽ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഒളിച്ചൊക്കെയാ വീട്ടിൽ കയറുന്നത്. കാര്യം എന്നാൽ മീഡിയ ഒന്നുമില്ല. മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ ഞാൻ പോയി. കാര്യം അവർ വലിച്ചു കയറിയെന്നിരുന്നു. 9 പഠിക്കുമ്പോഴാ. അങ്ങനെ എന്തായാലും പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് ചിന്തിച്ച്, ഇത് പോരാ, ആർട്ടിസ്റ്റ് ആവണം, ഇവരെ കൊണ്ട് കൈയടിപ്പിക്കണം. ഭയങ്കര കൂവലായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടങ്ങ് വിഷമം തോന്നി. അങ്ങനെ പിന്നെ ഇതിലേക്ക് പ്രയത്നം തുടങ്ങി.
എങ്ങനെ ആവാൻ പറ്റും. അങ്ങനെയാണ് മുഖത്തലെ വിജയണ്ണനെ ഞാൻ കണ്ടുമുട്ടുന്നത്. മുഖത്തലെ വിജയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അസാധ്യമായ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഒരു അനൗൺസറാണ്. അന്ന് ഈ തിയേറ്ററിലൊക്കെ ഇതുപോലെ തിയേറ്ററിലൊക്കെ ഭയങ്കര അനൗൺസ് ഇന്ന് മുതൽ 2:30 മുതൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ അനൗൺസറൊക്കെ. ഞാൻ കക്ഷിയൊരു വലിയൊരു ആരാധനാണ്. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യനാണ് മുഖത്തലെ വിജയൻ. അങ്ങനെ വിജയണ്ണനുമായിട്ട് കണ്ടുമുട്ടി. വിജയണ്ണൻ എനിക്ക് കുറേ കാര്യങ്ങളും ക്ലാസ്സും ഒക്കെ തന്ന് മിമിക്രി എന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സാധനം കുറേ കൂടെ പഠിച്ചിട്ട് ഞാൻ കക്ഷിയുടെ കൂടെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു കൊല്ലം നാസർ, മുഖത്തലെ വിജയണ്ണൻ ഇവരൊക്കെ ആയിട്ട് സ്കിറ്റുകളൊക്കെ എന്താണെന്ന് പഠിച്ചു തുടങ്ങി. അവിടെയും നിന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ പോരല്ലോ, അപ്പോൾ ഈ മോത്തല ക്ഷേത്രത്തിൽ കയ്യടി മേടിക്കണ്ടേ. അങ്ങനെ പിന്നീട് ഞാൻ ചെന്നെത്തപ്പെടുന്നത് കൊല്ലം KR പ്രസാദിൻ്റെ കൂടെയാണ്. ഞാൻ ഏറ്റവും കൂടുതലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, ഇന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ഡോക്ടർ KR പ്രസാദ്. ബാലയിൽ മുടിചൂടാ മന്നൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് KR പ്രസാദാണ്. കാര്യം വെച്ചാൽ സിനിമയാണ് കക്ഷി സ്റ്റേജിൽ കാണിക്കുന്നത്, സിനിമയാണ്, സിനിമയെ പോലും വെല്ലുന്ന രീതിയിലാണ്. അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞടാ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഡെയിലി 2 പ്രോഗ്രാം ഉണ്ട് ബാലെ, അത് നിൽക്കാൻ സമയമില്ല, ഡെയിലി 2 പ്രോഗ്രാമാണ് അദ്ദേഹത്തിന്, നീ ഒരു കാര്യം ചെയ്യും. അപ്പം എനിക്ക് 2 പ്രോഗ്രാം ഉള്ളപ്പോൾ ഒരു പ്രോഗ്രാം ഇപ്പം ചിലപ്പോൾ കൊച്ചിയിലായിരിക്കും, സെക്കൻഡ് കൊടുത്തേക്കുന്നത് ചിലപ്പം നേരെ നെടുമങ്ങാടായിരിക്കും. അപ്പോൾ ഓടിയെത്തണം. ആ ഓടിയെത്തുന്ന സമയത്ത് ഞങ്ങൾ 3 പേരുണ്ട്. ഞാൻ, എഴുകോൺ മണി, മരിച്ചുപോയി ശേഖർ എന്ന് പറയും, അസാധ്യ ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ 3 പേരെയും കക്ഷി സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, ശരി ഓക്കെ, ഇന്ന് മുതൽ നീ എൻ്റെ ഗ്യാപ്പ് കളിക്കണം. ഞാൻ അവിടെ ബാലെ കളിച്ചിട്ട് സെക്കൻഡ് പ്രോഗ്രാം കളിക്കാൻ വരുന്നിടത്ത് ഈ ആൾക്കാരെ പിടിച്ചിരുത്തുന്നതിന് വേണ്ടിയിട്ട് 2-3 സ്കിറ്റ്. ഷെബീഖുണ്ട്, നീളം കുറഞ്ഞ ഷെബീഖ് എന്ന് പറയുന്ന മയ്യനാടുള്ള, അപ്പോൾ ഷെബീഖുണ്ട്. ഞങ്ങൾ 4 പേരാണ്. അങ്ങനെ ഈ 4 പേരും കൂടെ ഞങ്ങളൊരു ടീമായിട്ട്, അന്ന് സമിതിയൊന്നുമില്ല, അങ്ങനെ കൊല്ലം KR പ്രസാദിൻ്റെ കൂടെ ഞാൻ അങ്ങനെ പ്രോഗ്രാം കളിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ നല്ല കയ്യടിയായി, സ്കിറ്റ് എന്താണെന്ന് മനസ്സിലായി, ജനങ്ങൾ നാരങ്ങ തരുന്നു, നോട്ടുമാല തരുന്നു. അപ്പം മനസ്സിലൊക്കെ ഒരു ഇതായി, പവറായി, ഓക്കെ, ആർട്ടിസ്റ്റായി, കുഴപ്പമില്ല. ഇനിയിപ്പം മോത്തല ക്ഷേത്രത്തിൽ ഒരു പരിപാടി കൊടുക്കാം. അങ്ങനെ ഒരിക്കൽ മോത്തല മുരാരി ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ പ്രോഗ്രാം കൊടുത്തു. ജനലക്ഷങ്ങളാണ്. ആ പേടി കിടക്കുക. കട്ടം പൊങ്ങുമ്പോൾ ഇല്ല, എറിഞ്ഞ ചെരുപ്പുകാരൻ വീണ്ടും ഉണ്ടോ എന്നുള്ള ചിന്തയിൽ ഞാൻ ഇങ്ങനെ നോക്കുക. കട്ടം പൊങ്ങി. കാര്യം അന്നത്തെ കണക്കൊന്നുമല്ല, ഭയങ്കര വിഷ്വലി ഭയങ്കര രസമായിട്ടാണ് KR പ്രസാദ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടയം കലാഭവന അന്ന് എന്നെ കൂവിയവരും കല്ലെറിഞ്ഞവരും അന്ന് എനിക്ക് നോട്ടുമാല. അങ്ങനെ സത്യത്തിൽ അത് ഭയങ്കര ഫീലാണ്. ആ ഒരു നോട്ടുമാലയും കണ്ണ് നിറയുക. പക്ഷെ അത് കാണാൻ എൻ്റെ അച്ഛനില്ലായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. ഓക്കെ, അപ്പം അങ്ങനെ അതിനുശേഷം എനിക്ക് വെച്ചടി കയറ്റമായി. കലാഭാവന എന്ന് പറയുന്ന ആ സമിതിയിൽ നിയന്ത്രണം മൊത്തം എൻ്റെ കയ്യിലായി. കോട്ടയം കലാഭാവനയിലെ ഡയറക്ടർ KR പ്രസാദ് ആണെങ്കിലും ഫുള്ള് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇന്ന് ഞാൻ അരി വാങ്ങിച്ചു പോകുന്നതും ഇന്ന് ഞാൻ ഇവിടം വരെ ആയതും ശ്രീ KR പ്രസാദിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. അദ്ദേഹമാണ് സ്റ്റേജ് എന്താണെന്ന് എന്നെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് സ്റ്റേജ് വേണ്ടത്, ഒരു സ്റ്റേജ് ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, ഒരു ലൈറ്റ് എങ്ങനെ ആയിരിക്കണം, ഒരു ലൈറ്റ് കത്തേണ്ടത് മഞ്ഞ, ചുവപ്പ്, പച്ച, ഇതിനൊക്കെ ഓരോ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു തന്നത് കൊല്ലം KR പ്രസാദാണ്. ആ മനുഷ്യനാണ് എനിക്കിന്ന് ഇവിടം വരെ ആവാനും ഇതെല്ലാം സിറ്റുവേഷൻ ഒപ്പിച്ച് തന്നത് തന്നെ. ഇപ്പോഴും അദ്ദേഹത്തിന് കടപ്പെട്ടവനാണ് ഞാൻ ഇന്ന് മരണം വരെ. അപ്പം അത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ് KR പ്രസാദ്. അവിടെ നിന്നാണ് ഞാൻ പിന്നെ ചാനലിലേക്ക് മാറുന്നത്. ഏഷ്യാനെറ്റിൽ അതിനു മുമ്പായിട്ട് പിന്നെ വന്നതെന്ന് വെച്ചാൽ, അന്ന് ഏറ്റവും ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് വിൽസൺ, സുൽഫിക്കർ, പള്ളിമുക്ക് സുൽഫിക്കർ, ജോസഫ് വിൽസൺ, ജൂനിയർ ആലമ്മൂടൻ, ബിസാർക്ക, അവരെ കൂടെ അന്ന് ഒരിക്കൽ 75 രൂപ ശമ്പളത്തിന് ഞാൻ അന്ന് അവർക്ക് ഭയങ്കര യൂണിവേഴ്സിറ്റി പ്രതികൾ അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് എന്നും പറഞ്ഞുകൊണ്ട് ജോസഫ് വിൽസന്റെ കൂടെ അന്ന് കുറേ നാൾ അവരുടെ കൂടെ പോയി. അപ്പോൾ അവരിൽ നിന്നും കുറച്ച് പഠിക്കാൻ പറ്റും, ഒരുപാട് പാഠങ്ങൾ. ഈ സുൽഫിക്കർക്ക് അസാധ്യ സ്റ്റാറാണ്. ഈ സിനിമാ താരങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ഒരു രക്ഷയില്ല. അന്ന് മോഹൻലാലിൻ്റെ ഒക്കെ ശബ്ദം അനുകരിക്കാൻ മോഹൻലാൽ ആയാലും ശ്രീനിവാസനായാലും ഇന്നസെന്റ് ആയാലും ലാലു അലക്സ്, അദ്ദേഹത്തെ കവച്ചു വെക്കാൻ മറ്റൊരാളില്ല. അതുപോലെ തന്നെ അടുപ്പിച്ച് 7 വർഷത്തെ യൂണിവേഴ്സിറ്റി പ്രതിഭയാണ് ജോസഫ് വിൽസൺ. ഇന്നും മിമിക്രി രംഗത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഒരു മനുഷ്യനും വന്നിട്ടില്ല, ഒരിക്കലും. അപ്പോൾ അത്രയും വലിയ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ ഇടപഴകി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിനുശേഷമാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ വരുന്നത്. ആ ഏഷ്യാനെറ്റിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ ഈ കോമഡിയുടെ, അത് പിന്നെ ഇത് വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ അന്ന് ഉല്ലാസ് പന്തളം, ഞാൻ
ഉല്ലാസിൻ്റെ കൂടെ ഒട്ടനവധി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് അതിന് മുമ്പായിട്ടൊരു കഥ പറയാനുണ്ടെന്ന് വെച്ച് വേറൊന്നുമല്ല. ഞാനിങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഡിസ്കവറി എന്ന് പറഞ്ഞ ഒരു സമിതി, തിരുവനന്തപുരം ഡിസ്കവറി. അപ്പോൾ ഡിസ്കവറിയിൽ കളിക്കുന്നതെന്ന് സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടും ഞാനും കൂടെ, അപ്പോൾ എന്നെ ക്ഷണിച്ചു സുരാജ് വെഞ്ഞാറമൂട്. അന്ന് സുരാജ് സിനിമയിലൊന്നുമില്ല, അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ് സുരാജ് വെഞ്ഞാറമൂട്. സിനിമയിലൊന്നുമില്ല, ഒന്നും ആയിട്ടില്ല. അപ്പം അതിൽ വിളിച്ചു. അങ്ങനെ അതിലേക്ക് പ്രോഗ്രാം ചെയ്ത് ഉള്ള സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സംഭവം അന്ന് കോമഡി ഒരു CBI ഡയറക്കുറിപ്പ് അന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ഞാനാണ്. ഒരു CBI ഡയറക്കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്കവറി ഞാൻ എഴുതിയത്. സുരാജ് ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ഡയറക്ടറൊക്കെ വേറെയാണ്. ആ പ്രോഗ്രാം ഭയങ്കര ക്ലിക്കായിരുന്നു. ആ പ്രോഗ്രാമിലൂടെ ഭയങ്കരമായിട്ട് ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത പരിപാടിയായിരുന്നു അത്. അപ്പം ഞാനും സുരാജ് ഒരു ഇൻസ്റ്റാൾമെന്റ് തുണിക്കച്ചവടമുണ്ട്. അപ്പൊ ജനങ്ങൾ അത് കാണാൻ വേണ്ടി തന്നെ ഒരു വട്ടം കണ്ടവർ തന്നെ വീണ്ടും ആ പ്രോഗ്രാം കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിലും വരും. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ പ്രോഗ്രാം കാണാൻ വരുന്നത്. അപ്പൊ അവിടെ മുതൽ സുരാജും ഭയങ്കര ഹിറ്റായി തുടങ്ങി. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അത് ഞാൻ എഴുതി. ശശി സാറാണ് എൻ്റെ ഡയറക്ടർ. അതായത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ് ശശി സാറ്. അപ്പോൾ ശശി സാറാണ് ഈ സൂപ്പർ ഹിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, എൻ്റെ സ്ക്രിപ്റ്റ്, സുരാജ്, പ്രിയങ്ക, അവർ രണ്ടുപേരാണ് ആ ആർട്ടിസ്റ്റുകൾ. അങ്ങനെ ഒരു 10-55 എപ്പിസോഡ് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഈ സന്മനസ്സുള്ള സമാധാനം എന്ന പ്രോഗ്രാം സിനിമയിൽ പിന്നെ ചാനലിൽ വരുന്നതും ഭയങ്കരമായിട്ട് ക്ലിക്കായത്. അതിൻ്റെ പിന്നാമ്പുറത്ത് ചെറിയ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്, മറ്റൊന്നുമല്ല. അപ്പോൾ അത് വേറൊരു കഥയാണ്, അത് പിന്നെ ഒരിക്കൽ പറയാം. അങ്ങനെ ഒരുപാട് 350-400 സ്റ്റേജുകൾ ഡിസ്കവറി പിന്നിട്ട് ആ സമയത്താണ് സുരാജിന് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വരുന്നത്. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വന്ന് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ്. കാരണം വെച്ചാൽ ഞങ്ങൾ ആ ഇൻസ്റ്റാൾമെന്റ് സ്കിറ്റ് ചെയ്യുന്നത് കൗണ്ടർ എന്ന് പറയുന്ന സംഭവമില്ല, ഗീവ് ആൻഡ് ടേക്ക് പോലെ കൗണ്ടർ വേണം. അന്ന് കൗണ്ടർ എന്നല്ല, ഞങ്ങൾ ജസ്റ്റ് ലുക്ക് മാത്രമേ ഉള്ളൂ. സുരാജ് എന്നെ നോക്കും, ഞാൻ സുരാജിനെ നോക്കും. ഈ നോട്ടത്തിൽ ജനങ്ങൾ ചിരിക്കുകയാണ്. കാര്യം ഈ സംഭവം ഇത്രേ ഉള്ളൂ. എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു തുണിക്കച്ചവടം, ഞാൻ ഫീമെയിലാ. അപ്പൊ സുരാജ് കുറെ തുണിയൊക്കെ ആയിട്ട് വരിക, എൻ്റെ സ്റ്റേജിൽ വരുവാ. ചേച്ചി തുണി വല്ലതും വേണോ? ഞാൻ പറയാം. അപ്പൊ ഞാൻ നേരെ കയറിയ മക്കൾ ആളെ ഇഞ്ഞ് വാ മക്കളെ, എന്തോ മണി എൻ്റെ വില എന്തുവാ? ചേച്ചി ഞാൻ വേറൊന്നുമല്ല, നീ കാര്യം പറ, അത് വില എത്ര? എനിക്ക് നൈറ്റ് വേണം, എത്ര വില എത്ര? ചേച്ചി only 50 rupees. നിനക്കത് എങ്ങനെ മുതലാവുന്നു? കക്ഷി ഇങ്ങനെ അന്തം വിട്ടു. ആങ്ങളൊക്കെ ഈ 50 rupees കൊടുത്ത് എന്താ ലാഭമുണ്ട്? പിന്നെ കക്ഷി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇല്ലേ ലാഭമില്ലേ ആങ്ങള, നേരം വെളുത്ത് ഇതെല്ലാം കൂടെ തലയെ ചുമന്ന് കെട്ടി നേരെ ബസ്സിൽ കയറണോ? പറഞ്ഞ കക്ഷി ഇങ്ങനെ വരാൻ നേരത്തെ വേണേ കയറണേ, കക്ഷി പറയാൻ സമ്മതിക്കത്തില്ല. ഞാൻ കയറണേ, അങ്ങനെ കയറി നേരെ വണ്ടിക്കകത്ത് വെറുതെ കൊണ്ട് വണ്ടി ടിക്കറ്റ് എടുക്കണോ? ഉടനെ വാ, ഇങ്ങനെ ടിക്കറ്റ് എടുക്കണേ, അവനെ കൊണ്ട് മിണ്ടിക്കത്തില്ല. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ചെന്ന് 10 വീട്ടിലൊക്കെ കറങ്ങി ഉച്ചയാകുമ്പോൾ വയറ് വെച്ചേക്കും. ഉച്ചയ്ക്കൊന്ന് ഉണ്ണണോ? ഇങ്ങനെ ചലിക്കാതെ നിൽക്കും. ലാവ എന്നെ നോക്കും. കാര്യം അവൻ വാ തുറന്നാൽ ഞാൻ ഇടയ്ക്ക് കയറും. ഇതാണ് ജനങ്ങൾ ചിരിക്കുന്നത്. അവർക്കറിയാം അവൻ വാ തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് വീഴും. ഉച്ചക്കൊന്ന് ഉണ്ണണോ? ഇങ്ങനെ വരെ ഉണ്ണണേ, അവൻ തലയെ കൈ വെച്ച് ഇങ്ങനെ നിൽക്കും. ഈ ജനങ്ങൾക്ക് ചിരിക്കാനുള്ള സംഭവം, അതിന് കൗണ്ടറില്ല. ഉണ്ണണേ, നിനക്കില്ല. അപ്പോൾ ഈ 50 rupees കൊടുത്ത ആങ്ങളേക്ക് ലാഭം ഉണ്ടോ ഇല്ലയോ? പിന്നെ അവൻ ഇങ്ങനെ പറഞ്ഞു ഇല്ലേ, അവൻ തലയെ കൈ വെച്ചിട്ട്. അപ്പൊ ഇതാണ് ആ സ്കിറ്റിന്റെ. അപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായ സ്കിറ്റാണ്. ഇന്നത്തെ പോലെ വൈറലാക്കാൻ പറ്റിയ മൊബൈലോ അന്ന് ആ സംഭവം അങ്ങനൊന്നുമില്ല. സാധാ മൊബൈലാ ഇത്. ഇന്നത്തെ കണക്ക് മറ്റേ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ഹിറ്റായി സംഭവം അത്. അവിടെ മോര് സിനിമയിൽ അഭിനയിക്കാൻ അപ്പൊ അതുകൊണ്ടല്ല, കക്ഷിയുടെ കഴിവുകൊണ്ട് തന്നെ. കക്ഷി അന്ന് കോമഡി തില്ലാന എന്നും പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് കൈരളി ചാനലിൽ. അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കക്ഷി നല്ല ഹിറ്റായി, അസാധ്യ ആർട്ടിസ്റ്റായിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കക്ഷി ഇവിടെ പിടിച്ചാൽ നിൽക്കത്തില്ല. കക്ഷി ഇവിടുന്ന് സിനിമാ വേദി കൈയടക്കും എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. അങ്ങനെ സിനിമയിലായി. പിന്നെ രാജമാണിക്യം അങ്ങനെ ആയി. പിന്നെ മിമിക്രി ഫീൽഡിൽ നിന്നും കക്ഷി പിന്നെ സമിതിയിൽ നിന്ന് പിന്നെ നേരെ സിനിമയിലേക്ക് മാറി. കക്ഷി ഇപ്പം സൂപ്പർ സ്റ്റാർ ആണല്ലോ. അപ്പൊ ആ ലെവലിലേക്ക് മാറി. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഓരോ ഭാഗ്യങ്ങളാണ്, ഓരോ സമയങ്ങളാണ്. അങ്ങനെ എന്തായാലും അപ്പൊ അങ്ങനെ ഡിസ്കവറിയിൽ ആ പ്രോഗ്രാം അങ്ങനെ സുരാജ് സിനിമയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൽ ഉല്ലാസിന്റെ ഈ പിന്നെ വോഡഫോൺ കോമഡി സ്റ്റാർസിലേക്ക് അത്യാവശ്യം സ്ക്രിപ്റ്റ് സഹായിക്കാനും ഉല്ലാസിന്റെ കൂടെ അഭിനയിക്കാനും ഒക്കെ എന്നെ വിളിച്ചു. ആദ്യമേ എന്നെ വിളിച്ചപ്പോഴത്തേന് ജഡ്ജ് ആയിട്ട് വന്ന് മാർക്കഡായിരിക്കുന്നത് ഈ സുരായ. അപ്പൊ എനിക്ക് ചേട്ടാ, സുരാജ് നമ്മൾ ഒരുമിച്ച് കളിച്ചതല്ലേ, അപ്പൊ ഞാൻ അവിടെ ചെന്ന് അഭിനയിക്കണം, എനിക്ക് മാർക്കിടാൻ
ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു ആദ്യമേ, ഞാൻ വരുന്നില്ല. അപ്പം ആരൊക്കെ, നെൽസൺ ഉണ്ട്, ഭയങ്കര ടീമുകളാ. അപ്പം ഞാൻ വിചാരിച്ചേട്ടാ സുരാജ് ഞാൻ ഒരുമിച്ച് കളിച്ചിട്ട് ഞാൻ അവിടെ കളിച്ച് തീരുമ്പോഴത്തേനും സുരാജിന്റെ മുമ്പിൽ ഞാൻ നിന്നിട്ട് അങ്ങനെ എനിക്ക് എന്തോ ആ ഒരു വിഷമം തോന്നി, ഞാൻ പോയില്ല. അങ്ങനെ തന്നെ ആദ്യം വിളിക്കുന്നത് കിഷോർ, കൊല്ലം കിഷോറും വിനോദ്, കൂട്ടിക്കട വിനോദ്, അങ്ങനെ ഒരു ടീമായിട്ട് എന്നോട് കൊണ്ടുവന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സുരാജാണ്, ഞാൻ വരുന്നില്ല. എന്താ എനിക്കത് ഇഷ്ടം, ഞാൻ ഇത്രയും പ്രോഗ്രാം അങ്ങനെ ഹിറ്റാവുന്നുള്ളത് ഞാൻ അറിയുന്നില്ല. അപ്പൊ അതിനുശേഷമാണ് ഉല്ലാസൊക്കെ വരുന്നതും, ഉല്ലാസിനുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിക്കുന്നതും. അവരുടെ കൂട്ടത്തിൽ ഒരുപാട് എപ്പിസോഡ് ചെയ്തു. അപ്പൊ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റാതായി പോയത്. കാര്യം ഞാനന്ന് സമിതിക്ക് എഗ്രിമെന്റ് ഉണ്ട് ഈ കലാഭവനെ തന്നെ, കെയറിന്റെ കൂടെ. അപ്പം ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഈ ഷൂട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പ്രോഗ്രാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കാരണം എനിക്ക് പിന്നെ ചാനലിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരെ സ്റ്റേജ് ഷോ ആയിട്ട്, കാര്യം അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. കാര്യം അന്ന് നമുക്ക് ഏഷ്യാനെറ്റിൽ പൈസയൊന്നുമില്ല, പ്രോഗ്രാം അവതരിപ്പിക്കാന്നുള്ളത് പൈസയൊന്നുമില്ല. അങ്ങനെ പിന്നെ സ്റ്റേജ് ഷോയും മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ട് ഈ വോഡോഫോൺ കോമഡി സ്റ്റാർസിൽ എനിക്കത് അങ്ങോട്ട് ക്ലച്ച് പിടിക്കാൻ പറ്റായിപ്പോയി. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്.